മക്ക വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി 6-ാമത്തെ വർഷം തിരിച്ചു ഉംറ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ശത്രുക്കൾ തടഞ്ഞു. അങ്ങനെ ഹുദൈബിയ സന്ധി ഉണ്ടായി. പിന്നീട് ഹിജറ 7-ാമത്തെ വർഷം തങ്ങൾ വന്നു ഉംറത്തുൽ ഖളാ നിർവഹിച്ചു. പിന്നീട് അതിന് ശേഷം ഹിജറ 8-ാമത്തെ വർഷമാണ് മക്ക വിജയം ഉണ്ടാകുന്നത്, മക്കം ഫത്ത് ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പിറന്ന നാട്ടിലേക്ക്, പരിശുദ്ധ കഅബാലയത്തിന്റെ മണ്ണിലേക്ക് കടക്കുകയാണ്. ഹിജറ 8-ാം വർഷം റമദാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 10,000-ഓളം വരുന്ന സ്വഹാബത്ത് അടങ്ങുന്ന സംഘമാണ് അവിടെ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കാവശ്യമായ ഇസ്ലാമിന്റെ അച്ചടക്കങ്ങളും മറ്റു പാഠങ്ങളൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട് കൃത്യമായി അവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. അവിടെ മക്കാനിവാസികൾ ഒരു എതിർപ്പുമില്ലാതെ സ്വഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കീഴടങ്ങുകയാണ്. മക്ക മുശ്രിക്കുകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാം മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മെ നേരിട്ട് എതിർക്കുന്നവരെ മാത്രമാണ് നാം പ്രതിരോധിക്കേണ്ടത്. അല്ലാത്ത ആളുകളെ ഒരു നിലക്കുമുള്ള അക്രമങ്ങൾ അയച്ചുവിട്ട് ബുദ്ധിമുട്ടാക്കരുത്. അവരുടെ സ്വത്തുവകകൾ മറ്റുള്ള വിഷയങ്ങളിലൊന്നും നാം ഒരിക്കലും, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ നാം കൈകടത്തരുത് എന്ന് തങ്ങൾ പറയുകയാണ്. ഒരിക്കലും തന്നെ വീടുകളിൽ അഭയം പ്രാപിച്ചവരെ നാം ആക്രമിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സ്വഹാബത്തിനോട് പ്രഖ്യാപിക്കുകയാണ്. ബാബുസ്സലാം. ഈ ബാബുസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഅബ ഷരീഫിന്റെ തൊട്ടടുത്ത് ഇറങ്ങി കഅബ തവാഫ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ഞാൻ നിങ്ങളോട് ഏത് രൂപത്തിൽ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ദയനീയമായ അവസ്ഥയിൽ അവരുടെ മറുപടി, ഞങ്ങൾ നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു എന്നാണ്. അവർക്ക് അങ്ങനെ പറയാനേ കഴിയൂ. കാരണം അത്രമാത്രം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും പീഡിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്.